എനിക്ക് ഈയിടെയായിട്ട് വന്ന ഒന്ന് രണ്ട് പ്രധാന ചോദ്യങ്ങൾ. എന്തുകൊണ്ടാണ് ഞാൻ ഈ പ്രകൃതിയുടെയൊക്കെ വ്യവസ്ഥകളും നിയമങ്ങളൊക്കെ പറയുന്നുണ്ട്, അതിൽ പരസ്ത്രീ ബന്ധം അല്ലെങ്കിൽ വ്യഭിചാരം, ലൈംഗികതയിൽ തെറ്റായിട്ടുള്ള ഒരു ജീവിതം, അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ശരിക്കും ഒരുപാട് ഉയർച്ചകളും കാര്യങ്ങളൊക്കെ ഭൂമിയിൽ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ഈ പറയുന്ന വ്യവസ്ഥകൾ പലരും പല രീതിയിലും തെറ്റിച്ചാണ് ജീവിക്കുന്നത്. പക്ഷെ അവർക്കൊന്നും അതിന്റെ കർമ്മദോഷമായിട്ട് പല കഷ്ടങ്ങളോ അല്ലെങ്കിൽ തടസ്സങ്ങളോ ഒന്നും വരുന്നത് കണ്ടിട്ടുമില്ല, അങ്ങനെ കാണുന്നതുമില്ല. അപ്പൊ അതൊക്കെ വെച്ച് എന്താണ് ഇതിന്റെയൊക്കെ ഒരു വിശദീകരണം എന്ന് പറയുമോ എന്ന് ചോദിച്ച് ഒന്ന് രണ്ടുപേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു പ്രമുഖ നടൻ, ഇപ്പോഴും മലയാളത്തിലേക്ക് ഒരു പ്രമുഖ നടൻ, പുള്ളി ഒരുപാട് സ്ത്രീകളുമായി അവിഹിത ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ വാർത്തയിലൊക്കെ കേട്ടു. അങ്ങനെ എല്ലാവർക്കും അത് അറിയാം. പക്ഷെ പുള്ളിയുടെ ജീവിതത്തിലൊക്കെ ഭയങ്കരമായ വെച്ചടി കയറ്റവും ഉയർച്ചയും ഒക്കെയല്ലേ നടക്കുന്നത്. ഇതാണ് ഒരാളുടെ സംശയം. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണ് ഇപ്പൊ ചില കാര്യങ്ങളൊക്കെ ഞാൻ വിശദീകരിച്ച് പറയുന്നത്. നമ്മൾ ഈ മനുഷ്യജന്മം ശരിക്കും ഭൂമിയിൽ നമുക്ക് ദൈവം തന്നത്, നമ്മൾ എന്ന് പറഞ്ഞ വ്യക്തി ശരിക്കും ആരാണ്, ഈ ആത്മാവ് അതെന്താണ്, അത് എങ്ങനെയാണ്, ശരിക്കും നമ്മളെയൊക്കെ നിയന്ത്രിക്കുന്ന ദൈവം ആരാണ്, മറ്റ് അദൃശക്തികൾ എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെ ഉണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ഈ ആത്മീയ മേഖലയിലുള്ള സകലമാന കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കി ഒരു മോക്ഷം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു തലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ജന്മമാണ് ശരിക്കും മനുഷ്യജന്മം. അതിൽ തന്നെ ഒരുപാട് ജന്മങ്ങൾ കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പഠിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യത്തെ ജന്മത്തിലൊന്നും ഈ ആത്മാവ് അദൃശക്തി ഇങ്ങനെയുള്ള ഒരു അനുഭവങ്ങളോ അങ്ങനെ ഒന്നും അറിഞ്ഞുകൂടെയായിരിക്കാം. പിന്നെ അതൊക്കെ മനസ്സിലാക്കി വരും. അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കി വരുന്നതിന്റെ ഇടയിൽ ഒരു ആയുസ്, ഒരു ആവറേജ് നമുക്കൊരു 70 അല്ലെങ്കിൽ 80 വയസ്സ് നോക്കാം, ഇല്ല 100 വയസ്സ് വരെ വേണമെങ്കിൽ കൂട്ടാം. അപ്പൊ ഇതിനകത്ത് വേണം നമ്മൾ ഈ വിധ കാര്യങ്ങളെല്ലാം എത്രത്തോളം മനസ്സിലാക്കുന്നു, തിരിച്ചറിവ് വരെയൊക്കെ ഇരിക്കണം. അല്ലെ പുതിയ പഠനം എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയുകയും അവസാനത്തെ ഒരു കൺക്ലൂഷനാണ് ഈ മനുഷ്യജന്മം. മറ്റു മൃഗങ്ങളിൽ നിന്ന് നമ്മൾ പലതും പഠിച്ചു. ഇപ്പൊ മക്കളുണ്ടാക്കാൻ പഠിച്ചു, വീടുണ്ടാക്കാൻ പഠിച്ചു, സ്നേഹിക്കാൻ പഠിച്ചു, ശത്രുക്കളെ നശിപ്പിക്കാൻ പഠിച്ചു, വെള്ളത്തിൽ ജീവിക്കാൻ പഠിച്ചു, പറക്കാൻ പഠിച്ചു, ഇങ്ങനെ പല രീതിയിലും ആഹാരം കണ്ടെത്താൻ പഠിച്ചു, കുട്ടികൾക്കത് പരിപാലിക്കാൻ പഠിച്ചു. ഇങ്ങനെ എല്ലാ മേഖലകളിലൂടെയൊക്കെ പലതും പഠിച്ച നമ്മൾ ഒരു കൺക്ലൂഷൻ നിലയിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബാക്കി ആത്മീയം പഠിക്കാനാണ് ഈ ജ്ഞാനം എന്ന് പറയുന്ന സാധനം, ആത്മീയ ജ്ഞാനം വരാൻ വേണ്ടിയിട്ടാണ് ഈ മനുഷ്യജന്മം. അപ്പൊ ഈ മനുഷ്യജന്മത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ പ്രകൃതി മനുഷ്യർക്ക് ചില വ്യവസ്ഥകളും കാര്യങ്ങളെല്ലാം ഓരോ പടിപടിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ പലതും നമ്മൾ പാലിച്ച് ജീവിച്ച് പോകണം. അത് ജീവിച്ചില്ലെന്നുണ്ടെങ്കിലാണ് ഈ പിന്നെ ജന്മങ്ങൾ വരുന്നത്. അപ്പൊ ഇത് അവസാന ജന്മത്തിലേക്ക് ഇതെല്ലാം പാലിച്ച് ഒരു ലെവൽ എത്തി ആ ഒരു അല്ലെങ്കിൽ നമ്മൾ ഏതാണ്ട് ഒരു ലെവൽ എത്തി നമ്മൾ മരിക്കണതിന് തൊട്ട് മുമ്പ് വയസ്സായി ആ ഒരു ലെവൽ എത്തുമ്പോഴെങ്കിലും ഈ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിട്ടേ നമുക്ക് എന്തായാലും പോകാനും പറ്റുള്ളൂ. അപ്പൊ ഇതിന്റെ ഒരു ഭാഗമാണ് ശരിക്കും നമ്മളുടെ ഈ തൊഴിലും കാര്യങ്ങളെല്ലാം. ഈ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഭൂമിയിൽ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ കുടുംബം കാണും. കാരണം അടുത്ത തലമുറ ഉണ്ടാക്കണം എന്നൊരു പദ്ധതിയും കൂടെ ഇതിന്റെ ഇടയിലുണ്ട്. എങ്കിലേ അടുത്ത ആത്മാക്കൾക്ക് ഭൂമിയിൽ വന്ന് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളിലൂടെ അടുത്ത തലമുറകൾ വേണം. അപ്പൊ ഇതും കൂടെ ഉണ്ട്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വരുമാനം വേണം, ആഹാരം വേണം, കയറി കിടക്കാൻ ഒരു വീട് വേണം. അപ്പൊ ഇതൊക്കെ നമുക്ക് വേണം. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ ജന്മങ്ങളിലൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പലതും. ഈ ജന്മത്തിൽ ഇതെല്ലാം സ്വന്തമായി നമ്മുടെ ആത്മാവിനോട് ചോദിച്ച് മനസ്സിലാക്കി, അല്ലെങ്കിൽ നമ്മളെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പലതും ഗവേഷണം ചെയ്ത് പ്രായോഗിക വിദ്യയിൽ സ്വതന്ത്രമായ രീതിയിൽ ഇതെല്ലാം മനസ്സിലാക്കി ചെയ്ത് പഠിച്ച് വരണം. നേരത്തെ അങ്ങനെയല്ല, സ്വതന്ത്രമല്ല, ഇൻബിൽഡായിട്ട്, അതായത് ഒരു പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് തന്നെ ഇതെല്ലാം നടന്നോളും. നമ്മൾ സ്വതന്ത്രമായി ചിന്തിച്ച് ആലോചിച്ച് പുകഞ്ഞൊന്നും ഇതൊന്നും ചെയ്യേണ്ട. നിർബന്ധിത പഠനമായിരുന്നു മറ്റ് ജീവജാലങ്ങളിലൂടെ എല്ലാം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. നിർബന്ധിത പഠനം പഠിച്ചേ പറ്റൂ. കൊച്ചു കുട്ടികളെ നമ്മൾ നിർബന്ധിച്ച് ക്ലാസ്സിൽ കൊണ്ടിരുത്തി ബെല്ലടിച്ച് പഠിപ്പിച്ച് ഇത്ര മണിക്ക് ആഹാരം കഴിക്കണം, ഇത്ര മണിക്ക് സ്നാക്സ് കഴിക്കണം, ഇത്ര മണിക്ക് കളിക്കണം, ഇത്ര മണിക്ക് ഉറങ്ങിയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് പോലെയാണ് മറ്റ് ജീവജാലങ്ങളിലൂടെ നമ്മുടെ ആത്മാവിനെ നിർബന്ധിത പഠനമാണ്. അപ്പൊ അവിടെ പ്രായോഗിക സ്വതന്ത്ര ബുദ്ധി വെച്ചൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ മനുഷ്യജന്മം വരുമ്പോൾ ഈ പഠിച്ചതെല്ലാം റീകളക്ട് ചെയ്ത് നമ്മൾ സ്വന്തമായി ഇതെല്ലാം താനെ ചെയ്തു വരണം. അതാണ് നമ്മുടെ ഈ ജന്മം. അപ്പൊ ഇതിനു വേണ്ടി കിട്ടുന്ന ഒരു താൽക്കാലിക കാര്യമാണ് ഈ സമ്പത്തും പണവും കാര്യങ്ങളെല്ലാം. ഈ പഠിക്കുന്നതിന് വേണ്ടി നമുക്ക് പട്ടിണി കിടക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് ആഹാരം കഴിക്കണം, മക്കളെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള കാര്യങ്ങൾ നോക്കണം. അപ്പൊ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഒരു തൊഴിൽ, ഇതാണ് ശരിക്കും ഒരു മനുഷ്യന് വേണ്ടത്. അല്ലാതെ
ഈ അധിക ഇങ്ങനെയുള്ള സുഖങ്ങളിലോ അല്ലെങ്കിൽ ഒരുപാട് പണം ഉണ്ടാക്കി ആർത്തി പിടിച്ചോടാ ഇതൊന്നും ആവശ്യം വരുന്നില്ല. അപ്പൊ ഈ ഒരു വ്യവസ്ഥകൾ നമ്മൾ പാലിച്ചു പോകുന്ന ആർക്കും, അപ്പൊ പ്രകൃതിയിൽ മനുഷ്യന് ചില വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ചിലര് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആർത്തിയും ഒന്നുമില്ലാതെ അല്ലെങ്കിൽ പ്രകൃതി വ്യവസ്ഥകളൊന്നും തെറ്റാതെയൊക്കെ പലരും ജീവിക്കും. കാര്യം ഇതൊക്കെ മനസ്സിലാക്കി പൂർവ്വ ഗുരുക്കന്മാരിലൂടെ ഇങ്ങനെയുള്ള ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പണ്ടുപോലെ അല്ല പലർക്കും അറിയാവുന്നവരാണ്. അപ്പൊ അതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അതൊക്കെ പഠിപ്പിച്ച് വരികയും ചെയ്യുമ്പോൾ ഈ അടുത്ത തലമുറകൾ ഇതൊക്കെ ചെറുതിലെ മനസ്സിലാക്കി അവർ പലരും ഭയങ്കരമായ ഭക്തി എന്നും വേണമെന്നില്ല, ഈ വ്യവസ്ഥയിലായിരിക്കും പലരും ജീവിക്കുന്നത്. ഇപ്പം ഞാൻ ഈ വ്യവസ്ഥ എല്ലാം മനസ്സിലാക്കി ഞാൻ ജീവിക്കുമ്പോൾ എന്റെ മക്കൾക്കും ഞാൻ ഇതേ വ്യവസ്ഥ പാലിപ്പിച്ചും പഠിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകണം. ഇങ്ങനെ പണ്ടുള്ള തലമുറകൾ ശരിക്കും പറഞ്ഞ പ്രകൃതിയുടെ ഏതാണ്ട് വ്യവസ്ഥയിലായിരുന്നു മുമ്പുള്ള ആൾക്കാരല്ല ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ഇത്രയും തലതിരിഞ്ഞ് മൊത്തം നേരെ ഓപ്പോസിറ്റായി പോയത്. അപ്പൊ അങ്ങനെ ജീവിച്ചു വരുമ്പോൾ അതിൻ്റെതായ അനുഗ്രഹങ്ങളും ഉയർച്ചകളും ഒക്കെ അവരുടെ തലമുറകൾക്ക് കിട്ടും. ഇപ്പം ഒരാൾ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം അല്ലെ ആ വ്യവസ്ഥ പ്രകാരം നേരെ നിറയായിട്ട് ജീവിച്ചു പോകുമ്പോൾ അതിന്റെ ഫലം ആ വ്യക്തിയുടെ മക്കൾക്ക് ലഭിക്കും. ഇപ്പം നമ്മളിപ്പോ അംബാനി എന്നൊക്കെ പറഞ്ഞ് നമ്മളെല്ലാം പറയുന്നുണ്ട് ഇന്ത്യയിലെ നമ്പർ 1 ധനികനാണ്, ബിസിനസ്സുകാരൻ. നമ്മൾ ഈ ഇപ്പോഴത്തെ അംബാനിയെ കണ്ടുകൊണ്ട് പലർക്കും അസൂയയും കുശുമ്പും ഇതൊക്കെ ഭയങ്കരമായ അതിശയമൊക്കെ തോന്നും. പക്ഷെ ഇതിന് മുന്നേ ഈ അംബാനിയുടെ അപ്പൂപ്പന്റെ കാലത്ത് ഒരു കഷ്ടതയുടെ ഒരു കാലം ഉണ്ടായിരുന്നു. ആക്രിക്കട പോലെ ഈ പെട്രോൾ പമ്പിൽ ജോലി ചെയ്തും കഠിന അധ്വാനം ചെയ്താണ് കയറി വന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന്റെ തലമുറകൾ ഇപ്പൊ ഒരാൾ കഷ്ടം അനുഭവിച്ച് അല്ലെങ്കിൽ ത്യാഗങ്ങൾ സഹിച്ച് ഭയങ്കരമായ ഹാർഡ് വർക്ക് ചെയ്ത് വരുന്നവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. അപ്പൊ അതൊരു പ്രകൃതിയുടെ വ്യവസ്ഥയാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ പറയുന്നത് നമ്മുടെ കർമ്മം പെർഫെക്റ്റ് ആക്കുക. അപ്പൊ നമ്മളിപ്പോ ചിലപ്പോൾ ദാരിദ്ര്യത്തെ വലിയ സമ്പത്തിലൊന്നും ഇല്ലാത്ത കഷ്ടതയിലൊക്കെ ഉള്ളവരായിരിക്കാം. പക്ഷെ നിങ്ങൾ ഇപ്പോൾ ഈ വ്യവസ്ഥകൾ പാലിച്ച് മുന്നോട്ട് പോകുമ്പോൾ പ്രകൃതി നിങ്ങൾക്ക് അതിൻ്റെതായ ഫലം തന്നിരിക്കും. അപ്പൊ ഇനിയെങ്കിലും ഇത് മനസ്സിലാക്കി വ്യവസ്ഥ അപ്പൊ ഈ കാലഘട്ടത്തിൽ തലമുറകൾക്ക് ഇപ്പോഴത്തെ വ്യവസ്ഥകളെ കുറിച്ചൊന്നും ഒരു ബോധവും ഇല്ല. അപ്പൊ പ്രധാനമായും ഈ വ്യവസ്ഥകൾ കാര്യങ്ങളെല്ലാം ഈ ഗ്രന്ഥങ്ങളിലൂടെയൊക്കെയാണ്, വേദഗ്രന്ഥങ്ങളിലൂടെയൊക്കെയാണ് വ്യവസ്ഥകളൊക്കെ മനസ്സിലാക്കിയെടുക്കേണ്ടത്. പക്ഷെ അത് പഠിപ്പിക്കുന്നവരും മൊത്തം തലതിരിഞ്ഞ് ഈ അസുര ശക്തികളുടെ ട്രാപ്പിൽ കിടക്കുന്നത് കൊണ്ട് ശരിക്കുള്ള കാര്യങ്ങൾ അടുത്ത തലമുറയ്ക്ക് പഠിപ്പിക്കുന്നില്ല. അപ്പൊ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ. ഇതിന്റെ അകത്ത് കഥകളിലൂടെയൊക്കെ ഈ വ്യവസ്ഥകളെല്ലാം ഉണ്ട്. അപ്പൊ ഈ വ്യവസ്ഥ കേട്ട് മനസ്സിലാക്കി ആര് പാലിക്കുന്നുവോ അതിന്റെ അനുഗ്രഹം അവനുണ്ടാവും. അവനുണ്ടാവുമ്പോൾ ചിലപ്പോൾ അവന്റെ വയസ്സാം കാലത്തായിരിക്കും ഇതിന്റെയൊക്കെ ഫലം കിട്ടിത്തുടങ്ങുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവന്റെ മക്കൾക്ക് അതിന്റെ ഫലം വരും. ഇങ്ങനെയാണ് നമ്മളിപ്പോ ഈ കാണുന്ന പലർക്കും ഭയങ്കരമായ പണവും സ്വത്തും കാര്യങ്ങളും സുഖവും ഒക്കെ കിട്ടുന്നതിന്റെ കാരണം ഇവരുടെ തലമുറ അപ്പൂപ്പന്റെ കാലത്തോ അച്ഛന്റെ കാലത്തോ ആരോഗ്യമോ ഹാർഡ് വർക്ക് ചെയ്ത് വ്യവസ്ഥകൾ പാലിച്ച് നേരി നെറിയേട്ടൊക്കെ എവിടെയൊക്കെ എന്തൊക്കെയോ കറക്റ്റാ പോയതിന്റെ ഫലങ്ങളാണ് ഇപ്പോൾ ഉള്ള തലമുറ സുഖിച്ച് പലതും അനുഭവിക്കുന്നത്. ഇനി ഇപ്പോഴുള്ള തലമുറയാണെങ്കിൽ പോലും ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രമുഖ നടൻ എന്ന് പറയുന്നു ഭയങ്കരമായ ഉയർച്ച, ധനമുണ്ട്, പക്ഷെ ഭയങ്കരമായ സ്ത്രീകളായിട്ട് ഈ വ്യവസ്ഥകളെല്ലാം തെറ്റി പല സ്ത്രീകളുമായിട്ട് ബന്ധം ഉണ്ടാക്കി. അപ്പൊ അതിന്റെ ഫലം ഇല്ലേ? ഫലം ഉണ്ട്, ഫലം വന്നിരിക്കും. പക്ഷേ ഈ ധനവും ഉയർച്ചയും പ്രശസ്തിയും വരുന്നതിന്റെ കാരണം ഹാർഡ് വർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരാണോ കർമ്മം നമ്മളെ ഏൽപ്പിച്ച കർമ്മം, അപ്പൊ എന്ത് ജോലിയാണെങ്കിലും ആ ജോലിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് പെർഫെക്ഷൻ നോക്കി പോകുന്നവന് അതിൻ്റെതായ ഫലം പ്രകൃതി കൊടുത്തിരിക്കും. അത് പ്രകൃതിയുടെ വ്യവസ്ഥയാണ്. പക്ഷെ ഈ പ്രകൃതിയുടെ നിയമങ്ങൾ എവിടെയൊക്കെയാണോ തെറ്റ് ജീവിക്കുന്നത് അതിന്റെ ഫലം മറുവശത്ത് ഏതെങ്കിലും വഴിയിലൂടെ അനുഭവിക്കേണ്ടിയും വരും. ഇപ്പൊ ഈ ഒരു കാര്യം പെർഫെക്റ്റ് ചെയ്തതിന്റെ ഫലം ഇത് വരും. ഇപ്പൊ നമ്മളിപ്പം പഠിക്കാനായിട്ട് നമുക്ക് ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, മലയാളമുണ്ട്, ഹിന്ദി ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, പല പല വിഷയങ്ങളുണ്ട്, സോഷ്യൽ സ്റ്റഡീസ് ഒക്കെ ഉണ്ടല്ലോ. ഏതെങ്കിലും 1-2 വിഷയം നമ്മൾ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് അതിൽ ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്ത് ഭയങ്കര ഇഷ്ടത്തോടുകൂടി പഠിച്ച് പോയാൽ അതിൽ നമുക്ക് 100-ൽ ചിലപ്പോൾ 100 മാർക്ക് വരെ കിട്ടിയെന്നിരിക്കും. അതേസമയം ഏതെങ്കിലും 1-2 വിഷയം നമ്മൾ മൈൻഡ് ചെയ്യാതെ അതിൽ തെറ്റി പഠിക്കാതെ പോയാൽ ആ വിഷയത്തിൽ ചിലപ്പോൾ നമ്മൾ തോറ്റെന്നിരിക്കും. ഇതല്ലേ സംഭവം. അതേപോലെ പ്രകൃതിയിൽ വെച്ചിരിക്കുന്ന പല പല വ്യവസ്ഥകളിൽ ഒന്നാണ് ഹാർഡ് വർക്ക് ഒരു വ്യവസ്ഥ, പെർഫെക്ഷൻ അടുത്ത വ്യവസ്ഥ. അപ്പൊ ഇതൊക്കെ തൊഴിലിൽ വെച്ചിരിക്കുന്ന ചില വ്യവസ്ഥകളാണ്. അപ്പൊ ഇതൊക്കെ ആര് പാലിച്ചു? കൃത്യനിഷ്ഠ, സത്യസന്ധത, ആത്മാർത്ഥത, സമയം, ഇതിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിന്റെ അകത്തുണ്ട്. സമയം പാലിച്ച് കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ സമയം ചെയ്ത് ഉഴപ്പില്ല, മടിയില്ല. അപ്പൊ ഇതൊക്കെ തൊഴിൽ മേഖലയിൽ ആര് ചെയ്യുന്നുവോ അവൻ ആ തൊഴിൽ മേഖലയിലൂടെ ഉയർച്ച വന്നിരിക്കും. ഇതിനിപ്പോ പ്രത്യേകിച്ച് അമ്പലത്തിൽ പോകാനോ ജ്യോത്സ്യരെ കാണാനോ അല്ലെങ്കിൽ നേർച്ചകൾ നേരേണ്ട ആവശ്യമൊന്നുമില്ല. മടിയന്മാരാണ് ഇതിന്റെയൊക്കെ പുറകെ പോകുന്നതെന്ന് ഞാൻ പറയുള്ളൂ. ശരിക്കും നമ്മൾ ചെയ്യേണ്ട കാര്യം കറക്റ്റാ ചെയ്താൽ അതിന്റെ ഫലം കിട്ടിയിരിക്കും.
ഇപ്പൊ പഠിക്കാത്ത വിഷയത്തിന്റെ പുറത്ത് പോകുന്നതിന്റെ അതിൽ മാർക്ക് കുറഞ്ഞിരിക്കും, ചിലപ്പോൾ തോറ്റൊന്നും ഇരിക്കും. അപ്പൊ അടുത്ത ജന്മം എടുത്ത് ആ മേഖല പഠിക്കേണ്ടി വരും. അപ്പൊ ഈ മേഖല അടുത്ത ജന്മത്തിൽ പഠിക്കണ്ട. അടുത്ത ജന്മത്തിൽ ഈ പ്രമുഖ നടൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഈ ജന്മത്തിൽ തന്നെ പ്രായച്ചിത്തമൊക്കെ ചെയ്ത് കരഞ്ഞു വിളിച്ച് ദൈവത്തിന് ക്ഷമയൊക്കെ പറഞ്ഞ് ബാക്കി ക്ലിയർ ചെയ്താൽ കുഴപ്പമില്ലാതെ പോവാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും അറിവൊന്നും കിട്ടുന്നില്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ, ഇങ്ങനെയൊക്കെ ആയിരുന്നു സത്യമൊന്നും മനസ്സിലാക്കുന്നില്ല. എന്തൊക്കെയോ മതങ്ങളിൽ പറയുന്നത് പോലെയൊക്കെ എന്തൊക്കെയോ ചെയ്തു പോകുന്നു. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ തൊഴിൽ മേഖലയിൽ അതിഭയങ്കരമായ പെർഫെക്ഷൻ കൊണ്ടുവന്ന് ആത്മാർത്ഥതയും സത്യസന്ധതയും അർപ്പണബോധവും ഒക്കെ തൊഴിലിൽ വന്നതുകൊണ്ട് അതിന്റേതായ ഫലം കിട്ടുന്നുണ്ട്. മറുഭാഗത്ത് അറിവില്ലായ്മ കൊണ്ട് പലതും തെറ്റി തോന്നിയതുപോലെ സുഖിച്ച് ഒക്കെ പോയതിന്റെ ഫലം അടുത്ത ജന്മത്തിൽ വന്ന് അനുഭവിക്കേണ്ടി വരും. അപ്പൊ അടുത്ത ജന്മത്തിൽ കലാവാസനയും അഭിനയമൊക്കെ ഉള്ളിലുണ്ടെങ്കിൽ പോലും യാതൊരു ഉപയോഗമില്ലാതെ ചിലപ്പോൾ ദാരിദ്ര്യപ്പെട്ട് ഈ ഒരു മേഖല പഠിക്കാനായിരിക്കും അടുത്ത ജന്മം കിട്ടുന്നത്. അപ്പൊ ആ ജന്മത്തിൽ കറക്റ്റായിട്ട് ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും വഴിതെറ്റാതെ മുന്നോട്ട് ജീവിച്ച് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിക്കും. അല്ലെങ്കിൽ ചിലപ്പോ ഇങ്ങനെയുള്ള യാതൊരു പരിപാടിയും നടക്കാത്ത പല സാധ്യതകളുണ്ടല്ലോ. ഇപ്പൊ രോഗം വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ പിടിച്ച് വികലാംഗമായിട്ടോ ഒക്കെ ജനിച്ച് അടുത്ത മേഖല എന്തായാലും ഈ പരിപാടി ജന്മത്തിൽ ഈ പരിപാടി നടക്കില്ല, അത് ഉറപ്പാണ്. അതിന് ഉള്ള പഠനം അടുത്ത ജന്മത്തിൽ കിട്ടിയിരിക്കും. അപ്പൊ ആത്മാവ് ആ സമയത്ത് തിരിച്ചറിവ് വന്നിട്ട് കാര്യം മനസ്സിലാക്കി പിന്നെ അടുത്ത എവിടെയൊക്കെ എന്തൊക്കെയാണോ നമ്മൾ ഈ ജന്മത്തിൽ പിന്നെ തോറ്റ വിഷയങ്ങൾ പലതും കാണുമല്ലോ. ഒരു വിഷയമായിരിക്കില്ലല്ലോ തോറ്റിരിക്കുന്നത്, പല വിഷയങ്ങളും തോറ്റിരിക്കുമല്ലോ. അടുത്ത വിഷയം അതിന്റെ അടുത്ത ജന്മത്തിൽ പഠിപ്പിക്കും. ഇങ്ങനെ പഠിച്ചു പോകും. ഇതൊക്കെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് ഈ ജന്മത്തിൽ തന്നെ ഈ അറിവ് ഈ ജ്ഞാനമൊക്കെ ലഭിച്ച് നമ്മൾ തിരുത്തേണ്ടതെല്ലാം തിരുത്തി പോയാൽ പിന്നെ ജന്മങ്ങളില്ല. ഇനി അഥവാ തിരുത്തിയില്ലെങ്കിൽ പോലും ഈ അറിവ് കിട്ടിയാലും മതി. ബാക്കി ഇതിന്റെ കർമ്മഫലം ആയിട്ട് ഈ അറിവ് കിട്ടിക്കഴിഞ്ഞല്ലോ, മനസ്സിലായി കഴിഞ്ഞല്ലോ, പക്ഷെ പറ്റിപ്പോയി. അല്ലെങ്കിൽ നമുക്ക് ഇനി അങ്ങോട്ട് നിയന്ത്രിച്ചിട്ട് പോയാലും നമുക്ക് സൃഷ്ടാവ ദൈവം ഇളവൊക്കെ തന്ന് ശിക്ഷയിൽ നിന്നൊക്കെ വിടിവെച്ച് നമ്മളെ മോക്ഷം കൊണ്ടുവരും. പക്ഷെ അറിവ് എല്ലാവർക്കും കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് ഏത് ജന്മത്തിൽ എപ്പോഴാണ് ഈ അറിവുകൾ കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല. അതിനുള്ള സമയം വേണം. ഇതൊക്കെ കേട്ട് മനസ്സിലാക്കാനുള്ള സിറ്റുവേഷനിൽ എത്തണം. അപ്പൊ അതൊക്കെ ആ വ്യക്തികളുടെ ഇതുപോലെ ഇരിക്കും. അപ്പൊ ഞാൻ ഈ പറഞ്ഞത് മനസ്സിലാവണല്ലോ. കർമ്മ മേഖല പെർഫെക്റ്റ് ആയിട്ട് പോയാൽ അതിന്റേതായ ഫലം ഉയർച്ചയും വന്നിരിക്കും. ഏത് തൊഴിലാണെങ്കിലും. ഇപ്പൊ ഞാൻ ഇടയ്ക്ക് മെസ്സേജ് പറഞ്ഞതുപോലെ ഒരു തെങ്ങ് കയറ്റമാണെങ്കിൽ പോലും സ്പീഡും ആത്മാർത്ഥത പെർഫെക്ഷൻ പറഞ്ഞ സമയത്ത് പാലിക്കൽ, അതിനുള്ള ആരോഗ്യം മെയിൻറ്റെയിൻസ് ഇതെല്ലാം ചെയ്ത് ഇപ്പൊ വെള്ളമടിച്ച് സദാസമയം മദ്യപിച്ചും വാരാകോല നടക്കുന്ന ഒരുത്തിനെ ഒരാൾ വിളിച്ച് തെങ്ങി കയറ്റൂല. അപ്പൊ അവിടെയൊക്കെ പാലിക്കേണ്ട പല മേഖല ആ ഒരു തൊഴിലിലുണ്ട്. അതൊക്കെ പാലിച്ചു പോകുന്നവന് ആ തെങ്ങുകയറ്റം വഴിയും മാന്യമായ കാശുണ്ടാക്കാം. പിന്നെ കിട്ടുന്ന കാശ് കൊണ്ടൊന്ന് അനാവശ്യം കളയില്ലെന്നൊക്കെ അടുത്ത കാര്യങ്ങളാണ്. ഇതൊക്കെ ഇതിന്റെ ഒരു വശം. മാതാപിതാക്കൾ ചെയ്തതിന്റെ കർമ്മത്തിന്റെ ഫലം മക്കൾക്ക് അനുഭവിക്കേണ്ടി വരും. അപ്പൊ നല്ല രീതിയിൽ മാതാപിതാക്കൾ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ നല്ല ഫലങ്ങൾ മക്കൾക്ക് വരും. അപ്പൊ ഈ ജന്മത്തിൽ പലരും അങ്ങനെ കിട്ടുന്നവരുണ്ട്. ഇപ്പം എനിക്ക് പരിചയമുള്ള ഒന്ന് രണ്ട് മുസ്ലിം ഫാമിലീസ് ഒക്കെ ഉണ്ട്. അവര് നല്ല വയസ്സായ ആൾക്കാർ ആ വീട്ടിലുണ്ട്. അപ്പൂപ്പന്റെ ലെവലിൽ പ്രായമുള്ളവരാണ്. പക്ഷെ ഇപ്പോഴും വെളുപ്പം രാവിലെ എഴുതിച്ച് കൃഷിയും ഹാർഡ് വർക്കും ഒക്കെ ചെയ്യുന്ന അവരുടെ മക്കളൊക്കെ വലിയ ഉയർച്ചയിലൊക്കെയായി നല്ല വരുമാനവും പണമൊക്കെ ഉള്ളവരാണ്. പക്ഷെ എങ്കിലും ഈ വയസ്സായ ആൾ ഇപ്പോഴും വെളുപ്പം രാവിലെ ഉണർന്ന് പശുവിനെയും ആടിനെയൊക്കെ നോക്കിയും കൃഷിയൊക്കെ ചെയ്തും ആ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സ് കണ്ട. ഈ മനസ്സ് കണ്ടാണ് പ്രകൃതി അവൻ ആ കുടുംബത്തെ അനുഗ്രഹിച്ചു, ധനം കൊണ്ട് അനുഗ്രഹിക്കും. മറുമേഖല മറ്റേ മേഖലയിൽ ഞാൻ പറഞ്ഞതുപോലെ എവിടെയെങ്കിലുമൊക്കെ തെറ്റിപ്പോയാൽ അതിന്റെ കർമ്മഫലം വേറെ രീതിയിൽ അനുഭവിച്ച് തീർക്കേണ്ടി വരും. പക്ഷെ ഈ ധനത്തിന്റെയും ഇങ്ങനെയുള്ള കാര്യത്തിൽ അതിനുടേതായ ഫലം അനുഗ്രഹം കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പൊ പലരും എന്നെ മെസ്സേജ് കേട്ടിട്ട് ചില സ്ത്രീകളൊക്കെ വിളിച്ചിട്ട് പറയാറുണ്ട് 2 മണിക്കൂർ ധ്യാനം ചെയ്യാറുണ്ട്, 3 മണിക്കൂർ ധ്യാനം ചെയ്യാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിനുള്ള സമയം എപ്പോഴെന്ന് വെച്ചാൽ വയസ്സായ ഒരു സ്റ്റേജ്, അതായത് മക്കളെയൊക്കെ എല്ലാം കഴിപ്പിച്ച് ഒരു അമ്മൂമ്മയൊക്കെ ആയതിനു ശേഷമാണ് 2 മണിക്കൂർ 3 മണിക്കൂർ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലെങ്കിൽ കർമ്മമേഖലയൊക്കെ ഓക്കെയായി പൂർണ്ണമായും ദൈവത്തിൽ അർപ്പിച്ച് മനസ്സിനെ ദൈവത്തിൽ അർപ്പിച്ച് ദൈവചിന്തയിൽ മാത്രം ഇരുന്നാൽ വളരെ നല്ലത്. പക്ഷെ കുട്ടികളെ സ്കൂളിലൊക്കെ വിട്ട് ഭർത്താവ് ജോലിക്ക് പോകുന്നു, ഇവിടെ 3 മണിക്കൂർ ധ്യാനം 2 മണിക്കൂർ ധ്യാനം എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ കർമ്മം തെറ്റിയെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇവർക്കൊക്കെ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ആ പെർഫെക്ഷനിലും കൃത്യനിഷ്ഠയിലും ആത്മാർത്ഥതയിലും നമ്മുടെ വീട്ടിൽ ഗൃഹകാര്യത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുള്ള സമയം അവർ വേസ്റ്റാക്കി കളയുന്നു. ഇതൊക്കെയാണ് ഈ അസുരശക്തി. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നെഗറ്റീവ് പൈശാചിക ശക്തികൾ മനുഷ്യനെ തെറ്റിക്കുന്നത് ഈ ആവശ്യമില്ലാത്തതിൽ നമ്മളെ വഴിതെറ്റിച്ചു കൊണ്ടുപോകും. ഇപ്പൊ വേണ്ടാത്ത കാര്യം വേണമെന്ന് തോന്നിക്കും, വേണ്ട കാര്യം വേണ്ടാന്ന് തോന്നിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള തെറ്റിപ്പിക്കലാണ് ഈ നെഗറ്റീവ് ശക്തിയുടെ പരിപാടി. ഇപ്പം കുടുംബം ആദ്യമായിട്ട് നിൽക്കുന്ന ഭർത്താവൊക്കെ ഉണ്ട്, മക്കൾ കൊച്ചു കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ
അവർക്ക് എന്തെല്ലാം ഒരുപാട് കാര്യങ്ങൾ അവർക്ക് സ്വന്തമായിട്ട് ചെയ്ത് വീട്ടില് ഭയങ്കരമായ രീതിയിൽ ചെയ്ത് പെർഫെക്ഷൻ ആക്കിയെടുക്കേണ്ട പല മേഖലകളും സ്വന്തം വീട്ടിൽ തന്നെ കാണും. ഇതൊന്നും ചെയ്യാതെ ആയിരിക്കും അത്യാവശ്യം എന്തെങ്കിലും ആഹാരം മാത്രം പാചകം ചെയ്തും അത്യാവശ്യ സാധനങ്ങൾ ചെയ്തിട്ടായിരിക്കും അവരിങ്ങനെ ചെയ്യുന്നത്. ഈ ധ്യാനം എന്നും പറഞ്ഞ് 2-3 മണിക്കൂറൊക്കെ വെറുതെ കളയണം. ശരിക്കും അതൊക്കെ തെറ്റാണ്. ചെയ്യണം. എപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അമ്മുമ്മ സ്റ്റേജിലൊക്കെ ആയി കുടുംബത്തെ എല്ലാം ആയി നമ്മൾ ആരോഗ്യമൊക്കെ ക്ഷയിക്കും. നമുക്ക് പിന്നെ പണ്ടത്തെ പോലെ ജോലി ചെയ്യാനുള്ള മനസ്സൊന്നും വരില്ല, ശരീരവും എത്തൂല. അപ്പോൾ വേണം നമ്മൾ പൂർണ്ണമായ ദൈവ സന്നിധിയിൽ ഇരിക്കേണ്ടത്. അതിനുമുമ്പ് എന്തെല്ലാം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് എന്തെല്ലാം ചെയ്യാണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ കുടുംബത്തിന് അനുഗ്രഹം വരും. പ്രകൃതി ആ ലെവലിലുള്ള ഒരു കൊടുക്കൽ അവിടെ നടന്നിരിക്കും. അതൊരു പ്രകൃതിയുടെ വ്യവസ്ഥയാണ്. പല കാര്യങ്ങൾ കാണും. ഇപ്പൊ വീട്ടിൽ തന്നെ കിട്ടുന്ന സ്ഥലങ്ങളിലെല്ലാം കൃഷി ചെയ്യാം. വെറുതെ കടയിൽ നിന്ന് ഈ കെമിക്കൽ കലർന്ന മലക്കറിയും കാര്യങ്ങളും കഴിക്കുന്നതിന് പകരം വീട്ടിൽ തന്നെ എന്തെല്ലാം കൃഷികൾ ചെയ്യാം. വീടെന്തായാലും കാണുമല്ലോ, ടെറസിട്ട് വീടെങ്കിലും കാണുമല്ലോ. അപ്പൊ ഇത് കാണാം. വീടിന്റെ സൈഡിൽ എവിടെയൊക്കെ വേണോ എന്തൊക്കെ വേണോ നമുക്ക് ചെയ്യാം. കുട്ടികൾക്കുള്ള തുണിയും കാര്യങ്ങളൊക്കെ സ്വന്തമായി തച്ച് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഇങ്ങനെ എന്തെല്ലാം ചെയ്യാം. ഇപ്പം ആണുങ്ങളാണെങ്കിൽ പോലും അവർക്ക് അവരുടെ ജോലി സമയം കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എന്തെല്ലാം പഠിച്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്തെങ്കിലും നിസ്സാര കാര്യം വരുമ്പോൾ ഉടനെ ഒരു ജോലിക്കാരനെ വിളിക്കും, എന്തെങ്കിലും കാട്ടിക്കൂട്ടും, അവൻ നല്ല രീതിയിൽ പൈസയും വാങ്ങിച്ചുകൊണ്ട് പോകും. അപ്പൊ കിട്ടുന്ന കാശ് ദുർവിനിയോഗം ചെയ്യുന്നതായിട്ടേ വരുള്ളൂ. അപ്പൊ കിട്ടുന്ന സമയങ്ങളിൽ നമ്മൾ മറ്റു മേഖല യൂട്യൂബിലൂടെയൊക്കെ എന്തെല്ലാം ജോലികൾ നമുക്ക് സ്വന്തം വീട്ടിലേക്കുള്ളത് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പൊ അതൊക്കെ പഠിച്ചും കണ്ടും മാക്സിമം നമ്മൾ നല്ല രീതിയിൽ ഒരു വർക്കറായി കാണിക്കണം. പ്രകൃതിക്ക് മുന്നിൽ അത് കാണിച്ചു കൊടുക്കണം. അങ്ങനെ വരുമ്പോഴാണ് അവിടെ തന്നെ ഒരു ഉയർച്ചയും കാര്യങ്ങളൊക്കെ തന്നെ ആ കുടുംബത്തിൽ നടക്കും. ഇത് പലരും ശ്രദ്ധിക്കില്ല. ഇത് കിട്ടുന്ന സമയത്ത് മൊബൈലൊക്കെ നോക്കി എവിടെയെങ്കിലും ഇരുന്ന് ഉറങ്ങി ഫോണും ചെയ്ത് മണിക്കൂറുകൾ അങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് എന്തെല്ലാം നമ്മൾ ആക്റ്റീവ് ആവണം. നമ്മൾ ഹാർഡ് വർക്കർ ആവണം. ഇതാണ് ഒരു പുരുഷൻ അത്യാവശ്യം പ്രകൃതി വെച്ചിരിക്കുന്ന ഒരു കാര്യം. എന്ത് ജോലി ചെയ്താലും നമുക്കതിലൊരു പെർഫെക്ഷൻ കൊണ്ടുവരണം. കാരണം ആത്മാർത്ഥത, വരുമാനം വേണം, അതിലൂടെ ലാഭം വേണം, കൂടുതൽ പണം വേണം എന്ന് ചിന്തിച്ച് പോകുമ്പോഴാണ് തെറ്റിപ്പോണത്. അതാണ് ആദ്യം ഞാൻ ഈ കാര്യം പറഞ്ഞത്. പ്രകൃതി നമുക്ക് ഈ മനുഷ്യജന്മം തന്നേക്കണതെ ഈ നമ്മൾ ഒരുപാട് സമ്പാദിച്ചു ഒരുപാട് സുഖിച്ചു അങ്ങനെ അതല്ല. സുഖമൊക്കെ നമുക്ക് കിട്ടും. നമ്മുടെ ആരോഗ്യം തന്നെയാണ് ഏറ്റവും വലിയ സമ്പത്തും സുഖവും. അത് മതി. അതിനപ്പുറത്തോട്ട് നമുക്ക് എന്ത് കിട്ടിയാലും കൊണ്ട് ഹോസ്പിറ്റലിൽ കളഞ്ഞിട്ട് ഉപയോഗം ഉണ്ടാകും. അപ്പം പ്രകൃതി നമുക്ക് അനുഗ്രഹമായി വരണം. അതാണ് ആദ്യം വേണ്ടത്. അപ്പൊ അതിന് വേണ്ട സാധനമാണ് ഈ എന്ത് ജോലിയും ചെയ്യാനുള്ള ആ മനക്കട്ടിയും ആ ഒരു മനസ്സും, ചെയ്യുന്ന ജോലി പെർഫെക്ഷൻ, ഹാർഡായിട്ട് വർക്ക് ചെയ്യുന്നത്, ബുദ്ധി ഉപയോഗിച്ച് വർക്ക് ചെയ്യാം. ഇപ്പൊ ചിലര് ശരീരം കൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരായിരിക്കും, വലിയ ആരോഗ്യം വലിയ അങ്ങനത്തെ ഒരു മനസ്സുള്ളവരായിരിക്കില്ല. പക്ഷെ അവർക്ക് അവരുടെ ബുദ്ധി കൊണ്ട് അവർ ഹാർഡ് വർക്ക് ചെയ്യാം. ബുദ്ധി കൊണ്ട് ഹാർഡ് വർക്ക് ചെയ്താലും അതിൻ്റെതായ ഫലവും നേട്ടവും കിട്ടും. ഇപ്പൊ എന്ത് ജോലി, ഏത് ജോലി, ഇപ്പൊ നെഗറ്റീവ് ജോലിയാണോ പോസിറ്റീവ് ജോലി, ചിലരങ്ങനെ ചിന്തിക്കുക. നെഗറ്റീവ് ജോലി, പോസിറ്റീവ് ജോലി. നെഗറ്റീവ് ജോലിയും പോസിറ്റീവ് ജോലിയും എന്റെ മെസ്സേജിലൂടെ നിങ്ങളത് തിരിച്ചറിയണം, നിങ്ങളത് മനസ്സിലാക്കണം. എന്നിട്ട് പോസിറ്റീവ് തിരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് നല്ലത്, അല്ലെങ്കിൽ മനസ്സിലായില്ല നമ്മൾ ജോലി മേഖല നമ്മൾ തെറ്റിപ്പോയി എന്ന രീതിയിൽ വന്നുകൊണ്ടുള്ള ഒരു ഫലം പിന്നീട് അനുഭവിക്കേണ്ടി വരില്ല. കറക്റ്റ് ശരിക്കുള്ള ജോലി, പോസിറ്റീവ് ജോലികൾ തിരഞ്ഞെടുത്താം. നെഗറ്റീവ് ജോലിയാണെങ്കിലും പോസിറ്റീവ് ജോലിയാണെങ്കിലും ചെയ്യുന്ന ജോലിയിൽ നമ്മൾ ആത്മാർത്ഥതയും പെർഫെക്ഷനും കൃത്യനിഷ്ഠ സത്യസന്ധത, ആ തൊഴിലിൽ ഏത് തൊഴിൽ നിങ്ങൾ ചെയ്താലും അതിലൂടെ ഒരു ഉയർച്ച വന്നിരിക്കും, മാറ്റമൊന്നുമില്ല. പക്ഷെ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ അടുത്ത തലമുറയ്ക്കും അതൊരു അനുഗ്രഹമായിട്ട് വരും. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കണം, അച്ഛനമ്മമാർ വഴി അല്ലെ പാരമ്പര്യത്തിലൂടെ ഈ തലമുറയ്ക്ക് നല്ല സ്വത്തും പണമൊക്കെ കിട്ടി, ഓക്കെ. പക്ഷെ ഇപ്പോ ഈ ഇതൊക്കെ അനുഭവിക്കുന്ന വ്യക്തി ഒരു മടിയനും കർമ്മത്തിൽ വലിയ പെർഫെക്ഷൻ ഒന്നും നോക്കാത്ത ഈ കർമ്മമേഖലയിൽ തെറ്റിയ ഒരാളാണെങ്കിൽ ഉറപ്പ് ഈ വ്യക്തിയുടെ അടുത്ത തലമുറ മുതൽ ഇതെല്ലാം നശിപ്പിച്ചു തുടങ്ങും, അല്ലെങ്കിൽ ഇതെല്ലാം താനെ നശിച്ചു പോകും. കാരണം കർമ്മമേഖലയുടെ ആ ഒരു ചെയിൻ അവിടെ ബ്രേക്കായി. നല്ല രീതിയിൽ വന്നുകൊണ്ടിരുന്നത് ഈ വ്യക്തിയിലൂടെ, അല്ലെ ഈ ഒരു തലമുറയുടെ ഇപ്പോഴത്തെ ഒരാളിലൂടെ അത് തെറ്റി തുടങ്ങുമ്പോൾ ഈ തെറ്റിന്റെ ഫലമായിട്ട് അടുത്ത തലമുറകൾ നാശത്തിലോട്ടും കഷ്ടത്തിലോട്ടും പോകും. അതും കൂടെ ഇതിന്റെ ഇടയിലുണ്ട്. ഇപ്പൊ നമ്മൾ പല ആൾക്കാരെ കാണുന്നുണ്ട്, ഭയങ്കര അച്ഛന്റെ പണം അല്ലെങ്കിൽ അപ്പൂപ്പൻ ഉണ്ടാക്കിയ സ്വത്ത് അതിപ്പോ വിറ്റ് നമ്മൾ സുഖിച്ച് ജീവിച്ചു, അങ്ങനെ ജീവിക്കുമായിരിക്കും. ചിലപ്പോൾ ഉണ്ടാക്കി വെച്ച് ചിലപ്പോൾ 2-3 തലമുറയ്ക്കുള്ളത് കാണുമായിരിക്കാം. പക്ഷെ ഇത് ഈ ഒരൊറ്റ തലമുറ മതി ഇതെല്ലാം നശിച്ചു പോകാനും ഒന്നുമില്ലാതായവാനും. ഈ ഒരു വ്യക്തിയുടെ മതി. ഇപ്പൊ നമ്മൾ വിചാരിക്കും ഇത്രയും ഉണ്ടല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ പ്രകൃതി ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. നിയമം തെറ്റുന്നിടത്ത് പ്രകൃതിയുടെ ആ രീതിയിലുള്ള ഇങ്ങോട്ടുള്ള അനുഗ്രഹങ്ങളും തെറ്റും. നമുക്ക് നേരെ തലതിരിഞ്ഞ് വരാം. ഇതൊക്കെ നശിച്ചു പോകാൻ വലിയ പാടൊന്നുമില്ല. ഇനി അത് നശിച്ചു പോയില്ലെങ്കിൽ പോലും ഇതൊന്നും ആസ്വദിക്കാൻ പറ്റാത്ത ലെവലിൽ നമ്മൾ അങ്ങനത്തെ അവസ്ഥയിലും ചിലപ്പോൾ ആയി പെട്ടെന്നിരിക്കും. ഏതെങ്കിലും രീതിയിൽ ഇതൊക്കെ കാണും.
പക്ഷെ നമുക്കതൊന്നും അനുഭവിക്കാൻ പറ്റാത്ത ലെവലിൽ നമ്മൾ കുടുങ്ങിപ്പോകും. കാരണം കർമ്മമേഖല നമ്മൾ തെറ്റി എന്ന് മനസ്സിലാക്കണം. അപ്പം അപ്പൂപ്പന്മാർ വഴി അല്ലെങ്കിൽ പിതൃക്കൾ വഴി എങ്ങനെയാണോ ഹാർഡ് വർക്ക് ചെയ്ത് ഇതൊക്കെ നമുക്ക് കിട്ടി, അതേ ലെവലിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മളും അതേ ലെവലിൽ ഹാർഡ് വർക്കർ ആണെങ്കിൽ നമ്മുടെ ഇത് കിട്ടിയത് അടുത്ത തലമുറയ്ക്കും ഉപയോഗം വരും, നമുക്കും അത് ആസ്വദിച്ച് അനുഭവിക്കാനും കഴിയും. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്.